Hi all, welcome to Sapphire Future Academy Board Booster Series. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന +2 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഓർഗാനിക് കെമിസ്ട്രി ടോപ്പിക് ആണ്. ഇതിനകത്ത് പ്രിപ്പറേഷൻ ഉണ്ട്, അതിന് മുന്നേ നോമൻക്ലേച്ചർ പഠിക്കാനുണ്ട്, പ്രിപ്പറേഷൻ ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്. ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും പ്രിപ്പറേഷൻ, അത് കൂടാതെ ആൽഡിഹൈഡ്സിന്റെ മാത്രമുള്ള പ്രിപ്പറേഷൻ, ദെൻ കീറ്റോൺസിന് മാത്രമുള്ള പ്രിപ്പറേഷൻ, അതിന്റെ ധാരാളം പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതുപോലെ കാർബോക്സിലിക് ആസിഡും അതിന്റെ നോമൻക്ലേച്ചറും അതിന്റെ പ്രിപ്പറേഷനും അതിന്റെ പ്രോപ്പർട്ടീസും പഠിക്കാനുള്ള വളരെ വലിയ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ ആണ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ നോമൻക്ലേച്ചർ ആണ്. ആൽഡിഹൈഡ്സും കീറ്റോൺസും രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ആണ്. സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് കോമൺ ആയിട്ടും ആൽഡിഹൈഡിലും കീറ്റോണുകളിലും കാണാം. ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പും കീറ്റോണിന്റെ ഫങ്ഷൻ, ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മള് CHO എന്ന് പറയും, അതായത് സി ഡബിൾ ബോണ്ടോ H ആണ്. ഇനി അതുപോലെ കീറ്റോൺ എന്ന് പറയുമ്പോൾ 2 കാർബൺ ചെയിന്റെ ഇടയിലാണ് ഏത് വരിക, സി ഡബിൾ ബോണ്ടോ വരിക. അപ്പൊ 2 കാർബൺ ചെയിന്റെ ഇടയിൽ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഒന്നാണ് കീറ്റോണുകൾ. ഇനി ശ്രദ്ധിക്കുക, മിനിമം 3 കാർബണെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കീറ്റോണിനെ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. മിനിമം 3 കാർബണെങ്കിലും ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അതായത് പ്രൊപ്പനോൺ എന്ന് പറയുന്ന കീറ്റോൺ ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കീറ്റോൺ. മിനിമം 3 കാർബൺ എന്ന് പറയുമ്പോൾ പ്രൊപ്പാവും, അത് കീറ്റോൺ പറയുമ്പോൾ പ്രൊപ്പനോൺ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കീറ്റോൺ ആണ് പ്രൊപ്പനോൺ, അല്ലെങ്കിൽ അസറ്റോൺ എന്നാണ് അതിന്റെ കോമൺലി അതിനെ വിളിക്കുക. ഇനി നോക്കൂ, കാർബണിക് ബോത്ത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഈസ് sp2 ഹൈബ്രിഡൈസ്ഡ്. sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയത് കാരണം തന്നെ ധാരാളം പ്രത്യേകതകളുള്ള ഒരു ഫങ്ഷൻ ഗ്രൂപ്പാണ് ആൽഡിഹൈഡുകൾക്കും കീറ്റോണുകൾക്കും ഉള്ളത്. ഇഫ് ദ കാർബോണിൽ ഗ്രൂപ്പ്, അതായത് സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ്, it is attached to OH group, it is called carboxylic acid. അപ്പൊ സി ഡബിൾ ബോണ്ടോയിന്റെ കൂടെ OH അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതിനെ നമ്മൾ എന്ത് വിളിക്കും, കാർബോക്സിലിക് ആസിഡ് എന്ന് വിളിക്കും. അപ്പൊ ഇതിനകത്ത് കോമൺലി പറഞ്ഞത് സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ആണ് ആൽഡിഹൈഡുകളിലും കീറ്റോണുകളിലും ഉള്ളത്. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കീറ്റോണുകൾ എന്ന് പറയുന്നത്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൽഡിഹൈഡ് HC ഡബിൾ ബോണ്ടോ H ആണ്. അതുപോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കീറ്റോൺ എന്ന് പറയുന്നത് CH3C ഡബിൾ ബോണ്ടോ CH3 ആണ്. ഇനി ഇതുപോലെ തന്നെ സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് വരുന്ന മറ്റൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് കാർബോക്സിലിക് ആസിഡ്. അതായത് നമ്മള് കോമൺലി RC ഡബിൾ ബോണ്ടോ OH എന്ന് പറയും. അതായത് സി ഡബിൾ ബോണ്ടോ, അതായത് കാർബോണിൽ ഗ്രൂപ്പിനോട് OH അറ്റാച്ച് ചെയ്താൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, കാർബോക്സിലിക് ആസിഡ് എന്ന് വിളിക്കും. ഇതൊരു കാർബോക്സിലിക് ആസിഡ് ആണ്. ഇനി കാർബോക്സിലിക് ആസിഡിന്റെ ഡെറിവേറ്റീവുകളാണ് ഇത് രണ്ടും കാണിച്ചിരിക്കുന്നത്. അതായത് എസ്റ്റർ, അതുപോലെ അമൈഡ്. സി ഡബിൾ ബോണ്ടോ ഇത്രയും പോർഷൻ ഇവിടെ ഉണ്ടാവും, RC ഡബിൾ ബോണ്ടോ, അതിൽ OH മാറിയിട്ട് R-O സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എസ്റ്ററായി, NH2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതെന്തായി, അമൈഡുകളായി. അപ്പൊ ഇതുപോലെ ധാരാളം ഡെറിവേറ്റീവുകളും നമുക്ക് ഇതിനകത്ത് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് പറയുന്നത് കുറച്ച് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയ കാർബോണിൽ ഗ്രൂപ്പുകൾ പ്രസന്റ് ആയിരിക്കുന്ന കുറച്ച് കോമ്പൗണ്ടുകളെയാണ് നമ്മളിപ്പോ പരിചയപ്പെടുന്നത്. അതായത് എക്സാമ്പിൾ നോക്കൂ, ഇത് വാനിലിൻ ആണ്, വാനിലയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. അതുപോലെ സാലിസിലാൽഡിഹൈഡ് അല്ലെങ്കിൽ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡുകൾ എന്നും അതിനെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഇനി ഇത് നോക്കൂ, സിന്നമാൽഡിഹൈഡ്, ഇതൊക്കെ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയ കോമ്പൗണ്ടുകളാണ്. അതുപോലെ എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ളവയാണ്. സിനമാൽഡിഹൈഡ്, സാലിസിലാൽഡിഹൈഡ്, വാനിലിൻ, ഇവയെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇനി കുറച്ച് കോമൺ നെയിമുകളെയാണ് പരിചയപ്പെടുന്നത് IUPAC നെയിമുകളിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ്. ഇത് നോക്കൂ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൽഡിഹൈഡ് എന്ന് പറയുന്നത് HC ഡബിൾ ബോണ്ടോ H ആണ്.
ഇതിനെ നമ്മൾ ഫോർമാൽഡിഹൈഡ് എന്ന് വിളിക്കും. ഫോർമാൽഡിഹൈഡ് അല്ലെങ്കിൽ ഫോർമാലിൻ എന്നൊക്കെ വിളിക്കുന്നതാണ്. ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്യാനായിട്ട് ആണ് മെയിൻ ആയിട്ട് ഫോർമാലിൻ ഉപയോഗിക്കുന്നത്. HC ഡബിൾ ബോണ്ടോ, അതായത് ഫോർമാൽഡിഹൈഡ്. ഇത് ഫോർമാൽഡിഹൈഡ് ആണ്, അത് അതിന്റെ കോമൺ നെയിം ആണ് ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇത് സിംഗിൾ കാർബൺ ഉള്ള ആൽഡിഹൈഡ് ആണ് ഫോർമാൽഡിഹൈഡ്. ഇനി 2 കാർബൺ ഉള്ള ആൽഡിഹൈഡിനെ നമ്മൾ അസറ്റാൽഡിഹൈഡ് എന്ന് വിളിക്കും. ബെൻസീൻ റിംഗില് ആൽഡിഹൈഡ് അറ്റാച്ച് ചെയ്താൽ നമ്മൾ ബെൻസാൽഡിഹൈഡ് എന്ന് വിളിക്കും. ഇനി ഇത് നോക്കും, ഇതൊരു ബ്രോമിൻ അറ്റാച്ച് ചെയ്ത ആൽഡിഹൈഡ് ആണ്. ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെന്നറിയാം. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിനെ ആൽഫ എന്ന് വിളിക്കും. അതിന് തൊട്ടടുത്തുള്ള പൊസിഷനെ ബീറ്റ എന്ന് വിളിക്കും. ഇത് ബീറ്റ പൊസിഷനിൽ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വൈ ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് ബീറ്റ ബ്രോമോ ബ്യൂട്ടിറാൽഡിഹൈഡ്. എന്തുകൊണ്ടാണ് ബ്യൂട്ടിറാൽഡിഹൈഡ് എന്ന് വിളിച്ചേ? ടോട്ടൽ 4 കാർബൺ ഉണ്ട്. ആൽഫ, ബീറ്റ, ഗാമ. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിനെ ആൽഫ കാർബൺ എന്നും അതിന്റെ തൊട്ടടുത്തുള്ള പൊസിഷനെ ബീറ്റ കാർബൺ എന്നും അതിനുശേഷമുള്ള പൊസിഷനെ ഗാമ പൊസിഷൻ എന്ന് വിളിക്കുന്നു. ഇവിടെ ബീറ്റ പൊസിഷനിൽ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന അതിന്റെ പേരെന്താണ്? ബീറ്റ ബ്രോമോ ബ്യൂട്ടിറാൽഡിഹൈഡ്. ടോട്ടൽ 4 കാർബൺ. ഇനി ഇത് നോക്കൂ, C ഡബിൾ ബോണ്ടോ എന്ന് പറയുന്ന കാർബോണിൽ ഗ്രൂപ്പിന്റെ 2 സൈഡിലും ബെൻസീൻ അറ്റാച്ച് ചെയ്ത് അതിനെ നമ്മൾ എന്ത് വിളിക്കും? ബെൻസോഫിനോൺ എന്ന് വിളിക്കും. ഇനി ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, അസറ്റോൺ. പ്രൊപ്പനോൺ എന്ന് പറയുന്ന IUPAC നെയിമുള്ള ഒരു കീറ്റോൺ ആണ് എന്ത്? അസറ്റോൺ എന്ന് പറയുന്നത്. ഇനി ഇത് അസറ്റോഫീനോൺ ആണ്. ദെൻ ഇതിന്റെ പേരെന്താണ്? പ്രൊപ്പിയോൺ ഫീനോൺ എന്ന് വിളിക്കും. അപ്പൊ ഇതെല്ലാം കോമൺ നെയിമുകളാണ് പറഞ്ഞത്. ഇനി കുറച്ച് IUPAC നെയിമുകളെ പരിചയപ്പെടാം. IUPAC നെയിമുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. The IUPAC name of open chain aliphatic aldehydes and ketones are derived from the name of the corresponding alkanes by replacing the ending with E with al and ONE respectively. അതായത് നോർമലി ആൽക്കൈനുകളിൽ നമ്മൾ നോർമലി കാർബൺ സിംഗിൾ കാർബൺ ഉള്ള കോമ്പൗണ്ടുകളെ ആൽക്കൈനുകൾ എന്നും 2 കാർബൺ ഉള്ള 2 ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകളെ ആൽക്കീനുകൾ എന്നും, അതായത് സിംഗിൾ ബോണ്ട് ഉള്ളതിനെ ആൽക്കൈനുകൾ എന്നും ഡബിൾ ബോണ്ട് ഉള്ളതിനെ ആൽക്കീനുകൾ എന്നും ട്രിപ്പിൾ ബോണ്ട് ഉള്ളതിനെ ആൽക്കൈനുകൾ എന്നും വിളിക്കുന്നത്. ഇനി അതിന്റെ അകത്ത് ആ ലാസ്റ്റ് പൊസിഷൻ, ലാസ്റ്റ് ലെറ്റർ റിമൂവ് ചെയ്തിട്ട് ആൽഡിഹൈഡ് ആണ് നമ്മൾ ആൾ എന്ന് ചേർക്കുന്നു, കീറ്റോൺ ആണെങ്കിൽ അതിനെ ഓൺ എന്ന് ചേർക്കുന്നു. ഇനി ഇത് എത്തനാളാണ്. എത്തനാൾ 2 കാർബൺ ഉണ്ട്. സോ ദിസ് ഈസ് കോൾഡ് എത്തനാൾ. അതുപോലെ ഇതും ഇത് ആൽഡിഹൈഡ് ആണ്. 1 2 3 4 5 6 7. ഇത് 7 കാർബൺ ഉള്ള ഒരു ആൽഡിഹൈഡ് ആണ്. അതിന്റെ 3rd പൊസിഷനിൽ ഒരു മീഥൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. 4th പൊസിഷനിൽ ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ബ്രോമിൻ പറഞ്ഞിട്ട് മീഥൈൽ പറയുള്ളൂ, നമുക്കറിയാം. അതുകൊണ്ട് ഇതിന്റെ പേരെന്താണ്? 4 ബ്രോമോ 3 മീഥൈൽ ഹെപ്റ്റനാൾ. ഹെപ്റ്റനാൾ എന്ന് വായിക്കുക. ഓക്കെ, ഇനി ഇത് നോക്കൂ, ഇതാണ് സൈക്ലോഹെക്സൈൻ കാർബാൽഡിഹൈഡ്. സൈക്ലോഹെക്സൈൻ കാർബാൽഡിഹൈഡ് ആണ്. അതുപോലെ 3 മീഥൈൽ സൈക്ലോപെന്റനോൾ ആണ്. പെന്റനോൺ ആണ്. ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യുന്നത്. 3 മീഥൈൽ സൈക്ലോപെന്റനോൾ. ഇതൊക്കെ നമ്മൾ ഇതിന്റെ IUPAC നെയിമുകളാണ് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് മറ്റു കുറച്ച് IUPAC നോമൻക്ലേച്ചറുകളാണ് കാണുന്നത്. പെന്റ് 2 അതായത് ഇവിടുന്നാണ് നമ്പർ ചെയ്യുക. 3 4 5 5 കാർബൺ ഉണ്ട്. പെന്റ് എന്ന് പറയുന്നു. 2nd പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് പെന്റ് 2 ഈനാൾ. ഈനാൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആൽഡിഹൈഡ്. ദാറ്റ് ഈസ് വൈ പേരിന്റെ അവസാനം നമ്മൾ എന്ത് ചേർക്കുന്നു? ആൾ എന്ന് ചേർക്കണം. ഇനി ഇതിന്റെ പേര് നോക്കൂ. 1 ഫിനൈൽ. ഇവിടുന്നാണ് നമ്പർ ചെയ്യുക. 1 ഫിനൈൽ പ്രൊപ്പാൻ 1 ഓൺ. പ്രൊപ്പാൻ 1 ഓൺ അല്ലെങ്കിൽ പ്രൊപ്പനോൺ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി അടുത്ത് നോക്കൂ. ഇവിടുന്നാണ് നമ്പർ ചെയ്യുക. 1 2 3 4 5. ആൽഡിഹൈഡിനാണ് പ്രയോറിറ്റി കൂടുതൽ. അതുകൊണ്ട് ആൽഡിഹൈഡിന് പ്രയോറിറ്റി ആകുമ്പോൾ കീറ്റോണിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് മാറ്റുന്നത്. കീറ്റോണിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ആക്കിയ കീറ്റോൺ എന്ന് പറയില്ല, അതിനെ ഓക്സോ എന്നേ പറയുള്ളൂ. ആൽഡിഹൈഡും കീറ്റോണുകളും ഒറ്റ കോമ്പൗണ്ടുകൾ വന്നാൽ അതിനകത്ത് ആൽഡിഹൈഡിനാണ് കീറ്റോണിനേക്കാൾ പ്രയോറിറ്റി ഉള്ളത്. അതുകൊണ്ട് ആൽഡിഹൈഡിനെ മെയിൻ ആയിട്ടും പാരന്റ് ആയിട്ടും കീറ്റോണിനെ അതിന്റെ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടും കണക്കാക്കുക. അപ്പൊ കീറ്റോൺ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വന്നാൽ കീറ്റോന്നോ
കീറ്റോൺ എന്നോ പറയരുത്. പിന്നെ എന്ത് പറയണം? ഓക്സോ എന്നാണ് പറയുന്നത്. നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് 3-oxopentanal. 3-oxopentanal. ഇനി ഇത് കീറ്റോൺ ആണ്. ഇതിന് എവിടുന്ന് വേണമെങ്കിലും നമുക്ക് നമ്പർ ചെയ്യാം. കാരണം എവിടുന്ന് നമ്പർ ചെയ്താലും സെക്കൻഡിലും ഫോർത്തിലും ആണ് മീത്തൈൽ വരുള്ളൂ. സോ ഇറ്റ് ഈസ് 2,4-dimethyl pentantrione. ടോട്ടൽ 5 കാർബൺ. ഇനി മറ്റൊരു എക്സാമ്പിള് 4-nitrobenzene കാർബാൽഡിഹൈഡ് അല്ലെങ്കിൽ 4-nitrobenzaldehyde, പ്രൊപ്പാൻ 1, 2, 3 മൂന്ന് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പൊ ഇതിനൊരു റൂൾ നമ്മൾ കഴിഞ്ഞ ഇയറിലെ പഠിച്ചതാണ്. അതായത് മെയിൻ ചെയിനിൽ 2ൽ കൂടുതൽ ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വന്നാൽ അതിനെ ആ ഫങ്ഷണൽ ഗ്രൂപ്പിൽ നമുക്ക് നമ്പർ ചെയ്യില്ല. 1, 2, 3 ഇതിന് ചേർത്ത് നമ്പർ ചെയ്യാൻ പാടില്ല. കാരണം മെയിൻ ചെയിനിൽ 2ൽ കൂടുതൽ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വന്നാൽ ആ മെയിൻ ചെയിനിൽ കിടക്കണ ആ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ നമ്മൾ നമ്പർ ചെയ്യില്ല. അപ്പൊ ഇതിന്റെ പേരെന്താണ്? പ്രൊപ്പാൻ 1, 2, 3 ട്രൈ കാർബാൽഡിഹൈഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. ബോക്സിനകത്ത് കുറച്ച് ആൽഡിഹൈഡുകളുടെ കോമൺ നെയിമുകളും IUPAC നെയിമുകളുമാണ് കൊടുത്തിരിക്കുന്നത്. HCHO ഫോർമാൽഡിഹൈഡ് മെത്തനാൽ, CH3CHO അസറ്റാൽഡിഹൈഡ് എത്തനാൽ, CH3CHCHO ഐസോബ്യൂട്ടറാൽഡിഹൈഡ് അല്ലെങ്കിൽ 2-methyl പ്രൊപ്പനാൽ, 2-methyl ഇത് എത്തനാൽ, then the 2-methyl propanol. ഇനി ഈ കോമ്പൗണ്ട് നോക്കൂ. അതിന്റെ ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആണ്. ഇത് ആൽഫ, ഇത് ബീറ്റ, ഇത് ഗാമ. ഗാമ-മീഥൈൽ സൈക്ലോഹെക്സൈൻ കാർബാൽഡിഹൈഡ് ആണത്. അതിന്റെ കോമൺ നെയിമാണ്. അതിന്റെ IUPAC 3-methyl cyclohexane. ഇനി ഇതിന്റെ ഈ കോമ്പൗണ്ടിന്റെ കോമൺ നെയിമാണ് ആൽഫ മിഥോക്സി പ്രൊപ്പിയോണാൽഡിഹൈഡ്. ആൽഫ പൊസിഷനിൽ ആൽഫ കാർബണിൽ ഇതാണ് നമ്മുടെ ആൽഫ കാർബൺ. ആ ആൽഫ കാർബണിലാണ് OCH3 ഉള്ളത്. ഇനി അതിന്റെ പേര് 2-methoxy propanol. ഇനി ഈ കോമ്പൗണ്ടിന്റെ പേര് കോമൺ നെയിം വലറാൽഡിഹൈഡ് എന്നാണ്. IUPAC നെയിം പെന്റനാൽ ആണ്. ഇനി ഈ കോമ്പൗണ്ടിന്റെ പേര് അക്രോലിൻ എന്നാണ് അതിന്റെ കോമൺ നെയിം വരിക. പ്രൊപ്പ് 2 ഈനാൾ എന്നാണ് അതിന്റെ IUPAC നോമൻക്ലേച്ചർ വരിക. അപ്പൊ അങ്ങനെ കോമൺ നെയിമുകളും IUPAC നെയിമുകളും നോക്കുക. IUPAC നോമൻക്ലേച്ചറുകളാണ് കൂടുതലും എക്സാമിനേഷന് ചോദിക്കുക കോമൺ നെയിമുകളെക്കാൾ ഉപരി. ഇനി കുറച്ച് സ്ട്രക്ചറുകളാണ് മറ്റു കുറച്ച് സ്ട്രക്ചറുകളാണ്. 2 അടുത്തടുത്ത പൊസിഷനിൽ ആൽഡിഹൈഡ് വന്നിരിക്കുന്ന അതിന്റെ പേര് താലാൽഡിഹൈഡ്, ബെൻസീൻ 1,2 ഡൈകാർബാൽഡിഹൈഡ് എന്നും പറയും. ഇനി ബെൻസീൻ 1,2 ഡൈകാർബാൽഡിഹൈഡ് എന്നും പറയും. ഇനി ബെൻസീൻ റിങ്ങില് ഒരു CHO അറ്റാച്ച് ചെയ്തിട്ട് അതിന്റെ 1, 2, 3 പൊസിഷനിൽ ബ്രോമിൻ ഉള്ളത് മെറ്റാ ബ്രോമോ ബെൻസാൽഡിഹൈഡ്. 3rd പൊസിഷനിലുള്ളതിന് നമ്മൾ മെറ്റാ എന്ന് വിളിക്കും. നമുക്കറിയാം ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് ഏറ്റവും അടുത്തുള്ള പൊസിഷനുള്ള ഓർത്തോ ആണ്. പിന്നെയുള്ള 2 പൊസിഷനുകൾ മെറ്റയാണ്. ഇതിനെ നമ്മൾ പാരാ പൊസിഷൻ എന്ന് വിളിക്കും. അതിന്റെ മറ്റൊരു പേര് 3-bromo ബെൻസീൻ കാർബാൽഡിഹൈഡ്. ഇനി കീറ്റോണുകളുടെ കുറച്ച് നോമൻക്ലേച്ചറാണ് കൊടുത്തിരിക്കുന്നത്. കീറ്റോണുകള് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കീറ്റോൺ 3 കാർബണിലാണ്. അത് പ്രൊപ്പനോൺ ആണ്. ഇനി ഇതിനകത്ത് 1, 2, 3, 4, 5 മീത്തൈൽ N പ്രൊപ്പൈൽ കീറ്റോൺ, അത് കോമൺ നെയിം ആണ്. പെന്റാൻറ്റുവോൺ എന്നാണ് അതിന്റെ IUPAC നോമൻക്ലേച്ചർ വരിക. അങ്ങനെ ധാരാളം IUPAC നോമൻക്ലേച്ചറുകൾ നമ്മുടെ NCERT ബുക്കിനകത്ത് കിടപ്പുണ്ട്. അത് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഇതിന്റെ സ്ട്രക്ചർ ആണ്. C-double-bond ഗ്രൂപ്പുകളുടെ സ്ട്രക്ചറുകളെ കുറിച്ചാണ് പറയുന്നത്. Structure of the carbonyl group. The carbonyl carbon atom is sp2 hybridized and forms 3 sigma bonds. Carbonyl C-double-bond ഗ്രൂപ്പില് നമ്മൾ പറഞ്ഞു ഓൾറെഡി C-double-bond അതുപോലെ ആൽഡിഹൈഡുകളിലും കീറ്റോണുകളിലും കാർബോക്സിലിക് ആസിഡുകളിലും C-double-bond കോമൺ ആണ്. ഇനി ആ C-double-bond രണ്ട് വശത്തും സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അത് ശ്രദ്ധിക്കുക. ഈ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഇത് സിംഗിൾ ബോണ്ട് ആണ്. സോ ദിസ് ഇസ് സിഗ്മ ബോണ്ട്. ദിസ് ഇസ് ഓൾസോ സിംഗിൾ ബോണ്ട്. സോ ദിസ് ഇസ് ഓൾസോ സിഗ്മ. then this is sigma, then pi. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഒരു സിഗ്മയും ഒരു പൈയുമാണ്. ഈ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി ഈ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണിന്റെ പ്രത്യേകത അത് ആ C-double-bond ഓക്സിജൻ കാർബണിനേക്കാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയതാണ്.
ഓക്സിജൻ കാർബണിനേക്കാൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയതായത് കാരണം ആ ഇലക്ട്രോൺ പെയറിനെ തന്നിലേക്ക് വലിക്കാനുള്ള ടെൻഡൻസി ആർക്കുണ്ട്? ഓക്സിജൻ ഉണ്ട്. അതവിടെ എഴുതിയിട്ടുണ്ട്. സി ഡബിൾ ബോണ്ടോ ഈസ് പോളറൈസ്ഡ്. എന്താണ് കാരണം? ഓക്സിജൻ കാർബണിനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായത് കാരണം കാർബണിലെ ഇലക്ട്രോണിനെ തന്നിലേക്ക് വലിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഓക്സിജൻ ഉണ്ട്. അതിന്റെ ഫലമായിട്ട് ഓക്സിജൻ എന്ത് ചെയ്യുന്നു? പോളറൈസ്ഡ് ആകുന്നു. സി ഡബിൾ ബോണ്ടോ ഈസ് പോളറൈസ്ഡ് ഡ്യൂ ടു ദ ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ റിലേറ്റീവ് ടു കാർബൺ. Hence the carbonyl carbon is an electrophilic. അങ്ങനെ കാർബോണിൽ കാർബണിന് ഇലക്ട്രോഫിലിസിറ്റിയും ഓക്സിജൻ ഒരു ന്യൂക്ലിയോഫിലിസിറ്റിയും കിട്ടുന്നു. എന്താണ് അതിന്റെ കാരണം? ഈ സി ഡബിൾ ബോണ്ടോയില് ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ് കാർബണിനേക്കാൾ. അതുകൊണ്ട് ഇതിന്റെ ഇലക്ട്രോൺ പെയറിനെ തന്നിലേക്ക് വലിക്കുകയും അങ്ങനെ ഇവിടെ ഒരു പോസിറ്റീവ് ക്യാരക്ടറും ഇവിടെ ഒരു നെഗറ്റീവ് ക്യാരക്ടറും ഡെവലപ്പ് ചെയ്യും. അങ്ങനെ കാർബണിന് ഇലക്ട്രോഫിലിസിറ്റിയും ഓക്സിജന് ന്യൂക്ലിയോഫിലിസിറ്റിയും ഉണ്ടാകുന്നു. അങ്ങനെ അത് ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നു. കാർബോണിൽ ഓക്സിജൻ ന്യൂക്ലിയോഫൈൽ ആയിട്ടും അതൊരു ലൂയിസ് ബേസ് സെന്റർ ആയിട്ടും ആക്ട് ചെയ്യുന്നു. അതാണ് ഗ്രൂപ്പിൽ അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. കാർബോണിൽ ഗ്രൂപ്പ് ഹൈലി പോളാർ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ കാർബോണിൽ ഗ്രൂപ്പ് ഹൈലി പോളാർ ആയത് കാരണം തന്നെ ധാരാളം കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ധാരാളം കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നവയാണ് നമ്മുടെ ആൽഡിഹൈഡുകളും കീറ്റോണുകളും. ഇനി നമ്മൾ പറയുന്നത് കുറച്ച് പ്രിപ്പറേഷൻ ആണ്. ആൽഡിഹൈഡിന്റെ കീറ്റോണിന്റെ പ്രിപ്പറേഷൻ ആണ് ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത്. രണ്ടിനും കോമൺ ആയിട്ട് കുറെ പ്രിപ്പറേഷൻ ഉണ്ട്. ദെൻ ആൽഡിഹൈഡിന്റെ മാത്രവും കീറ്റോണിന്റെ മാത്രവും ഉണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. Aldehydes are prepared by the partial oxidation of primary, while ketones are prepared from secondary alcoholic group. അതായത് പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡും സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ കീറ്റോണുകളും കിട്ടും. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ടെർഷ്യറി ആൽക്കഹോളുകളെ എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഓക്സിഡൈസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ അണ്ടർ ഡ്രാസ്റ്റിക് കണ്ടീഷനും എലിവേറ്റഡ് ടെമ്പറേച്ചറും ഒക്കെ അത്യാവശ്യമുണ്ട്. അപ്പൊ പ്രൈമറി ആൽക്കഹോളുകളെ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡും സെക്കൻഡറി ആൽക്കഹോളുകളെ ഓക്സിഡൈസ് ചെയ്താൽ കീറ്റോണുകളും കിട്ടുന്നു. ഇവിടെ ഒരു ബേസിക് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. RCH2OH അതിനെ പാർഷ്യൽ ഓക്സിഡേഷൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് എന്തായി മാറുന്നു? ആൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. ഇത് പ്രൈമറി ആൽക്കഹോൾ ആണ്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ പ്രൊപ്പാൻ 1 എടുത്തിരിക്കുന്നു. ഇതും ഒരു പ്രൈമറി ആൽക്കഹോൾ ആണ്. ഓക്സിഡേഷൻ നടത്തിയപ്പോ എന്തായി? പ്രൊപ്പാൻ 1 അല്ലെങ്കിൽ പ്രൊപ്പാനാളായി. ഇനി ഇത് സെക്കൻഡറി ആൽക്കഹോൾ ആണ്. സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്തപ്പോ എന്ത് കിട്ടി? കീറ്റോൺ കിട്ടുന്നു. കാർബണിന്റെ എണ്ണത്തിലൊന്നും മാറ്റമില്ല, കീറ്റോൺ കിട്ടുന്നു. അങ്ങനെ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും അതിന്റെ ഓക്സിഡേഷൻ വഴി പ്രിപ്പയർ ചെയ്താണ് കണ്ടത്. ഇനി അടുത്തത് കാറ്റലിറ്റിക് ഡീഹൈഡ്രേജനേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾസ്. പ്രൈമറി ആൽക്കഹോൾസിനെ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഡീഹൈഡ്രോജനേഷൻ നടത്തിയാലും എന്ത് കിട്ടുന്നുണ്ട്? സെയിം പ്രൊഡക്റ്റ് തന്നെ കിട്ടും. ഏത്? ആൽഡിഹൈഡ് കിട്ടും. ഇനി സെക്കൻഡറി ആൽക്കഹോളിനെ ചെയ്താലോ? കോപ്പർ അറ്റ് 573 ആണ് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ഉദ്ദേശിച്ചേക്കണേ. ഡീഹൈഡ്രോജനേഷൻ, കാറ്റലിറ്റിക് ഡീഹൈഡ്രോജനേഷൻ, കോപ്പർ അറ്റ് 573. ഇവിടെയും കോപ്പർ അറ്റ് 573. അപ്പൊ പ്രൈമറി ആൽക്കഹോളിനെ കോപ്പർ അറ്റ് 573 ചെയ്താൽ എന്ത് കിട്ടും? പ്രൈമറി ആൽക്കഹോളിനെ കോപ്പർ അറ്റ് 573 ചെയ്താൽ ആൽഡിഹൈഡ് കിട്ടും. സെക്കൻഡറി ആൽക്കഹോളിനെ കോപ്പർ അറ്റ് 573 ചെയ്താൽ എന്ത് കിട്ടുന്നു? കീറ്റോണുകളെ കിട്ടുന്നു. ഇനി അടുത്ത മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഓസനോളിസിസ് ആണ്. ആൽക്കീനുകളെ ഓസനോളിസിസ് നടത്തിയാൽ എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് ആൽഡിഹൈഡുകളും കീറ്റോണുകളും കിട്ടും. അത് ഡബിൾ ബോണ്ടർ കാർബണിനോട്, അതായത് ആൽക്കീനിൽ നിന്നാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ആൽക്കീൻ ആയ, അതായത് ഡബിൾ ബോണ്ടർ കാർബണിൽ ബ്രാഞ്ചിങ് കൂടുതൽ ഉണ്ടാകും തോറും എന്തിനുള്ള സാധ്യത കൂടുന്നു? കീറ്റോൺ ഉണ്ടാകാനുള്ള ടെൻഡൻസികൾ കൂടുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഓസനോളിസ് ആണ്, ഓസോൺ ആണ്, O3 എന്ന് കൊടുക്കുക. അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH2 ബോണ്ട് രണ്ടും ക്ലീവ് ചെയ്തു പോകും. ഈ ബോണ്ട് രണ്ടും, അതായത് ഇങ്ങനെയാ വരിക, CH2 അത് ക്ലീവ് ചെയ്ത് പോയിട്ട് ഇടയിൽ ഓക്സിജൻ കയറുന്നു. ഓക്കെ, ഇങ്ങനെയാണ് വരിക. എന്നിട്ട് ഇത് ക്ലീവ് ചെയ്ത് പോവാണ് വരിക. അങ്ങനെ ഈ പോർഷൻ CH2, അതായത് HCHO, ഇവിടെയും HCHO. അങ്ങനെ 2 മോളിക്യൂൾ ഓഫ് ആൽഡിഹൈഡ് ആണ് ഉണ്ടാകുന്നത്. 2 മോളിക്യൂൾ ഓഫ് ആൽഡിഹൈഡ് ആണ് ഉണ്ടാകുന്നത്. ഇനി അടുത്തത് മറ്റൊരു വലിയ ആൽക്കീൻ എടുത്തു. അവിടെ അത് തന്നെ സംഭവിക്കും. ഈ ബോണ്ട് ക്ലീവ് ചെയ്ത് പോയിട്ട് ഇവിടെ ഓക്സിജൻ, അതുപോലെ ഇവിടെയും ഇങ്ങനെയാണ് വരിക. ഇനി അത് രണ്ടായിട്ട് ക്ലീവ് ചെയ്യും, സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ.
അങ്ങനെ 2 മോളിക്യൂളും ഇവിടെ വെച്ച് ക്ലീവ് ചെയ്ത് പോയാൽ 2 മോളിക്യൂളോ CH3CHO കിട്ടുന്നു. ഇനി ഇത് ബ്രാഞ്ച് ഉള്ളതാണ്. അപ്പൊ ഇവിടെ വെച്ച് ബോണ്ട് ക്ലീവേജ് സംഭവിച്ച് ഇങ്ങനെ ഉണ്ടാകുന്നു. ഇത് ക്ലീവ് ചെയ്ത് പോയി. എന്നിട്ട് ഇവിടെ സിങ്കിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസ് നടക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 2 മോളിക്യൂൾ ഓഫ് കീറ്റോണുകളെ കിട്ടുന്നു. അപ്പൊ ഇതൊക്കെ ആൽഡിഹൈഡിന്റെ കീറ്റോണിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് ആൽക്കൈൻസിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഫ്രം ആൽക്കൈൻസ് ഫ്രം ഹൈഡ്രേഷൻ. ഇനി ആൽക്കൈനുകളിൽ നിന്നും നമുക്ക് എന്തിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്? ആൽഡിഹൈഡുകളെയും കീറ്റോണുകളെയും പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ ആൽക്കീനിൽ നിന്നാണ്, ഇത് ആൽക്കൈനിൽ നിന്നാണ്. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. ഇവിടെ നോക്കൂ, ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് HgSO4. അങ്ങനെ തന്നെ എപ്പോഴും തരണം നിർബന്ധമില്ല. ഇങ്ങനെ തന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം ഇതെന്താണെന്നുള്ളത്. ഇത് ആൽക്കൈലേഷൻ ഹൈഡ്രേഷൻ ആണ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ നോക്കൂ, CH ട്രിപ്പിൾ ബോണ്ട് CH അവിടെ സംഭവിക്കുന്നത് മാർക്കോണിക്കോ അഡീഷൻ ആണ്. ഇപ്പൊ ഇവിടെ മാർക്കോണിക്കോ അഡീഷൻ നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം ഇത് സിമെട്രിക്കൽ ആൽക്കൈൻ ആണ്. സിമെട്രിക്കൽ ആൽക്കൈനിൽ നമുക്ക് മാർക്കോണിക്കോ അഡീഷൻ കാണിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ വാട്ടർ അവിടെ പോയി ആഡ് ആവുകയാണ് ചെയ്യുന്നത്. വാട്ടർ H+ഉം OH- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് OH- വിൽ മൂവ് ടു കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഹൈഡ്രജൻ. ഇവിടെ സിമെട്രിക്കൽ ആൽക്കൈൻ ആയ കാരണം നമുക്ക് എങ്ങോട്ട് വേണം വിടാം. അപ്പൊ ബോണ്ട് ഒരെണ്ണം ക്ലീവ് ചെയ്തു, OH ഒരു സ്ഥലത്തേക്കും H ഒരു സ്ഥലത്തേക്കും പോയി. ഇങ്ങനെ ബോണ്ട് ഒരെണ്ണം പൊട്ടിപ്പോയിട്ട് OH ഒരു സൈഡിലേക്കും H അടുത്ത സൈഡിലേക്കും പോയി. ഇനി എന്ത് സംഭവിച്ചു? ടോർട്ടോമറിസ് നടന്നു. ടോർട്ടോമറിസ് എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടും ഹൈഡ്രജൻ ഇങ്ങോട്ടും മാറി. അങ്ങനെ അതെന്തായി? CHO CH3CHO എന്നായി. CH3CHO എന്നായി. എത്തനാൾ. ഇനി അതുപോലെ തന്നെ ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാം. ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് OH ഇങ്ങോട്ടും H ഇങ്ങോട്ടും പോകുന്നു. ഇവിടെ ഡബിൾ ബോണ്ട് ആയിട്ട് മാറി. ഇനി ഇതുപോലെ തന്നെ H ഇങ്ങോട്ടും പോയി, ഡബിൾ ബോണ്ട് ഇങ്ങോട്ടും മാറി. അങ്ങനെ അതെന്തായി മാറി? കീറ്റോണുകളായിട്ട് മാറി. അങ്ങനെ ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ആൽഡിഹൈഡ് കീറ്റോൺസിന്റെയും അതിന് മുന്നായിട്ട് പറഞ്ഞ നോമൻക്ലേച്ചർ ആണ്. നോമൻക്ലേച്ചർ പറഞ്ഞു, ഫങ്ഷണൽ ഗ്രൂപ്പ് പരിചയപ്പെട്ടു, നോമൻക്ലേച്ചർ പറഞ്ഞു, അതിന്റെ സ്ട്രക്ചർ പറഞ്ഞു. അത് കൂടാതെ ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും കോമൺ ആയിട്ടുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് പറഞ്ഞത്. ഇനി ആൽഡിഹൈഡും കീറ്റോണുകൾക്കും മാത്രമല്ല, ഒരു പർട്ടിക്കുലർ മെത്തേഡ് വെച്ച് ആൽഡിഹൈഡിനെ മാത്രം പ്രിപ്പയർ ചെയ്യുന്നു, പർട്ടിക്കുലർ മെത്തേഡുകൾ വെച്ച് കീറ്റോണുകളെ മാത്രം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.